നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി മൂവാറ്റുപുഴയിൽ നിന്നും എസ് കോലപ്പൻ്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ ആരക്കുഴ പഞ്ചായത്തിലെ ആരൂർ കോളനിയിലെ 10-ാം വാർഡിൽ 270 നമ്പർ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ്. 2018 എന്റെ വീട്ടിലേക്ക് ഒരു മരം വീഴുകയും വീട് പൂർണ്ണമായും നശിച്ചു പോകുകയും ചെയ്തു. ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതുവരെ സർക്കാരിൽ നിന്നും ഒരു സഹായവും ലഭിച്ചിട്ടില്ല. ഒരു അപകടത്തിൽപ്പെട്ട് എന്റെ കാലിന് ഒടിവ് വന്നിട്ടുള്ളതാണ്. വടിയുടെ സഹായത്താലാണ് ഞാൻ നടക്കുന്നത്. പഞ്ചായത്തിലും വില്ലേജിലും ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം തന്നെ ഞാൻ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു എങ്കിലും യാതൊരുവിധ സഹായവും ലഭിച്ചില്ല. ഞാൻ വീട്ടിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയാണ് താമസിച്ചിരുന്നത്. 2021 മഴ ശക്തമായപ്പോൾ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വരികയും വീട് വാസയോഗ്യമല്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് വാടക വീടെടുത്ത് മാറുകയാണ് ഉണ്ടായത്. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് 12 വീട്ടുകാരുണ്ട്. അതിൽ ഞങ്ങളെ മാത്രമാണ് അവിടെ നിന്നും മാറ്റിയത്. ഇത്രയും വർഷമായിട്ടും വാടക തരുവാനോ വീട് തരുവാനോ പഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ല. എനിക്ക് 5 സെന്റ് സ്ഥലം മാത്രമാണ് ഉള്ളത്. 4 പെൺമക്കളായിരുന്നു. മക്കളെല്ലാം വിവാഹിതരാണ്. ഞാനും ഭാര്യയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ആയതിനാൽ എനിക്ക് പഞ്ചായത്തിൽ നിന്നും വീട് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിയമവേദി ആരക്കുഴ ഗ്രാമപഞ്ചായത്തിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം രേഖാമൂലം നൽകിയ മറുപടി വായിക്കാം. ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ശ്രീ കോലപ്പൻ പാത്തറയിൽ മീൻകുന്നം എന്ന ഗുണഭോക്താവിന് 2006-2007 സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ഭവന നിർമ്മാണത്തിന് ധനസഹായം ലഭിച്ചിട്ടുള്ളതായി കമ്മിറ്റി വിലയിരുത്തി. സർക്കാർ ധനസഹായത്തോടെ നിർമ്മിച്ച പ്രസ്തുത വീട് നിലവിൽ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വാസയോഗ്യമല്ലാതായിട്ടുള്ളതാണെന്ന് കമ്മിറ്റി മനസ്സിലാക്കി. ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ സ്ഥലപരിശോധനയിൽ സ്ഥലം ഭവന നിർമ്മാണത്തിന് അനുയോജ്യമാണെന്നും ആവശ്യമായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ശേഷം ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നും റിപ്പോർട്ട് നൽകിയിട്ടുള്ളതും ഗുണഭോക്താവ് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന വ്യക്തിയാണെന്നും നിലവിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നും കണ്ടെത്തി. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2022 മെയ് 28 ഇറങ്ങിയ സർക്കുലർ പ്രകാരം ഒരിക്കൽ ആനുകൂല്യം ലഭിച്ച ഗുണഭോക്താക്കൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധിക്ക് ശേഷം മാത്രമേ അതേ ആവശ്യത്തിന് വീണ്ടും സബ്സിഡി അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. ലൈഫ് ഭവന പദ്ധതി മാർഗരേഖയിൽ ഇത്തരം കേസുകളിൽ വീണ്ടും ആനുകൂല്യം അനുവദിക്കുന്നതിനുള്ള കാലാവധി സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശം ലഭ്യമായ സാഹചര്യത്തിൽ ഗുണഭോക്താവിന് ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണത്തിന് ആനുകൂല്യം അനുവദിക്കുന്നതിന് സർക്കാർ തലത്തിൽ വ്യക്തത ആവശ്യമാണ് എന്ന് കമ്മിറ്റി വിലയിരുത്തി. അതിനാൽ ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതിനും ആവശ്യമായ സർക്കാർ രേഖ ലഭ്യമാക്കുന്നതിനുമായി സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. ഇതാണ് ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് നൽകിയ മറുപടി. ഇതുപ്രകാരം സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും ഈ കാര്യത്തിലുള്ള നടപടികൾ ഉണ്ടാവുക. ചേർത്തലയിൽ നിന്ന് പുഷ്പശരൻ്റേതാണ് അടുത്ത പരാതി. പരാതി എന്താണെന്ന് നോക്കാം. ഒരു നീണ്ട പരാതിയാണ്. അതിന്റെ പ്രസ്തുത ഭാഗങ്ങൾ മാത്രം വായിക്കാം. ഞാൻ താമസിക്കുന്ന 10 സെന്റ് സ്ഥലം എന്റെ പിതാവ് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയതാണ്. അത് 1983 രജിസ്റ്റർ ചെയ്ത് തരികയും ചെയ്തിരുന്നു. ഈ വസ്തുവിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി അതിർത്തി തർക്കം ഉന്നയിച്ച് 1990 മുൻസിഫ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും എതിർകക്ഷിക്ക് ഇൻജങ്ഷൻ ഓർഡർ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് 1993 എനിക്ക് അനുകൂലമായ വിധിയുണ്ടായി. എന്നാൽ ഈ വിധി നടപ്പിലാക്കിയെടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല. പിതാവ് മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് വീണ്ടും വിധി നടത്തുവാൻ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പ്രതികൂലമായി എനിക്കെതിരെ ഇൻജങ്ഷൻ ഓർഡർ വരികയാണ് ചെയ്തത്. ഈ സമയത്ത് ഈ വ്യക്തി അതിർത്തിയിൽ ഉള്ള മരം എന്റെ കെട്ടിടത്തിന്റെ മുകളിൽ ഇടുകയും കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് എഴുപുന്ന ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള വിവരാവകാശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ നിലവിൽ കേസ് ഉള്ളതിനാൽ പോലീസുകാർക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതിന്റെ മറവിൽ കാക്കത്തുരുത്ത് എന്ന സ്ഥലത്തിന് ചുറ്റും കരിങ്കൽ മതിൽ
കെട്ടുകയും പൊതുവഴിയായി ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴി അടച്ചുകെട്ടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2016 ഇത് പൊതുവഴിയായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുപുന്ന വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും ഇത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. തുടർന്ന് എതിർകക്ഷിയോട് എത്രയും പെട്ടെന്ന് മതിൽ പൊളിച്ചുമാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും അത്തരത്തിൽ ആ വ്യക്തി ചെയ്തിട്ടില്ല. തുടർന്ന് ഞങ്ങൾ എല്ലാവരും കൂടി മാസ് പെറ്റീഷൻ നൽകുകയും ചെയ്തു. അതിൽ ലഭിച്ച മറുപടി കേസ് നിലനിൽക്കുന്നതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. തുടർന്ന് ജില്ലാ കളക്ടർക്കും ഞങ്ങൾ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം കരുതലും കൈത്താങ്ങും എന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിനു കിട്ടിയ മറുപടി വളരെ വിചിത്രമായിരുന്നു. അവിടെ നിന്ന് ലഭിച്ച മറുപടിയിൽ 1999 കമ്മീഷൻ റിപ്പോർട്ടിൽ നടവഴി പ്രദേശവാസികൾ ഉപയോഗിച്ചിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അത് തെറ്റായ വസ്തുതയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളിലെല്ലാം പരാതി നൽകിയാലും അവർക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കോടതിയിൽ നിന്നും അത് സംബന്ധിച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ്. എന്നാൽ ഈ റിപ്പോർട്ട് ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുണ്ടോ? വളരെ വർഷങ്ങളായി ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണ്? ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള. കത്ത് വായിച്ചു, അതിലെ പരാമർശിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി. ഈ പരിപാടിയിൽ തന്നെ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, കോടതിയിൽ നിലവിലിരിക്കുന്ന കേസുകളെ സംബന്ധിച്ച് അതാത് വക്കീലന്മാരുടെ അഭിപ്രായം തന്നെ തേടുന്നതായിരിക്കും ഉചിതമെന്ന്. ഇതിലിപ്പോൾ ഈ ചോദ്യത്തിൽ 1-2 കേസുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദ്യകർത്താവിന് വേണ്ടിയുള്ള അഭിഭാഷകനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ, കേസിനെ സംബന്ധിച്ച വസ്തുതകളും നിയമങ്ങളും എല്ലാം ആ അഭിഭാഷകനായിരിക്കും കൂടുതലായിട്ട് അറിയാവുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെ പ്രഥമ പരിഗണന കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. ഇതുപോലെ സമാനമായ ഒരു വിഷയം നേരത്തെയും നമ്മൾ ഈ പരിപാടിയിലൂടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതായത് കാക്കത്തുരുത്ത് എന്ന ഒരു ദ്വീപിന് ചുറ്റും നിർമ്മിച്ച ഒരു കരിങ്കൽ കെട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. അതിന് ഉത്തരം ഉദ്ദേശം 1 വർഷം മുമ്പ് ഈ പരിപാടിയിലൂടെ നൽകിയിട്ടുള്ളതാണ്. അതേ ഉത്തരം തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഉള്ളത്. അതായത് ഈ കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ദ്വീപിന് ചുറ്റും കെട്ടിയിട്ടുള്ള കരിങ്കൽ കെട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് എന്നാണ് വിവരാവകാശം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെന്റുകളാണ് ഇതിനകത്ത് ഈ കേസിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വരും, പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അതായത് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ പഞ്ചായത്ത്. ഇവരുടെ ഒരു ഏകോപനം ഉണ്ടായാൽ മാത്രമേ ഈ കരിങ്കൽ കെട്ടിലൂടെയുള്ള പൊതുവഴി തുറന്നു കിട്ടാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്നും അതിനായിട്ട് ഏകദേശം 35ഓളം വീട്ടുകാരുടെ പൊതുവഴി തടസ്സപ്പെട്ടു ഏതാനും വർഷങ്ങളായി തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ഈ 3 ഡിപ്പാർട്ട്മെന്റുകളെയും കക്ഷി ചേർത്തുകൊണ്ട് ഒരു പൊതു താൽപര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം. കാരണം പല ഡിപ്പാർട്ട്മെന്റുകളുടെയും മുന്നിൽ പെറ്റീഷൻസ് കൊടുത്തതായിട്ട് മനസ്സിലാക്കുന്നു. ആരും ഹർജിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ നേരത്തെ വില്ലേജ് ഓഫീസർ ഈ വേലി പൊളിച്ചു കളയണം എന്ന് ആവശ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ വിധി തന്നെ വില്ലേജ് ഓഫീസർ നടപ്പാക്കിയിട്ടില്ല. ആ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കേരള ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യുന്നതായിരിക്കും വഴി തുറന്നു കിട്ടാൻ ഏറ്റവും അധികം ഉത്തമം. ഏതായാലും നിങ്ങളുടെ അഭിഭാഷകന്റെ അഭിപ്രായം കൂടി ഇതിൽ കണക്കിലെടുക്കണം. 2ാമത് കത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ അയൽവാസി ഒരു മരം വെട്ടി നിങ്ങളുടെ വീടിന്റെ മുകളിൽ വീഴുകയും നിങ്ങൾക്ക് 10,000 രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നു. ഇത് സംഭവിച്ചിട്ട് കുറെ കാലമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ അതെത്രയാണ്, അതിന്റെ കണക്കുകൾ കൃത്യം സിവിൽ കോടതിയിൽ ബോധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ ധനനഷ്ടം എതിർകക്ഷിയിൽ നിന്നും ഈടാക്കിയെടുക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ കാലഹരണം എല്ലാത്തിനും ഒരു വിലങ്ങുതടിയായി വരും. അതുപോലെ കാലം കഴിയും തോറും കേസുകൾ തെളിയിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയും കുറയും. അപ്പോൾ അങ്ങനെയുള്ള കാലം സംഭവിച്ചിരുന്നെങ്കിൽ ഉടൻ തന്നെ ഒരു സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങളുടെ അയൽവാസിക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിനുണ്ടായ നഷ്ടം ഈടാക്കിയെടുക്കാമായിരുന്നു. അതിലിപ്പം ആ മരം വീണ ഉടൻ തന്നെ ഒരു കമ്മീഷണറെയും അതിലുണ്ടായ കഷ്ടനഷ്ടങ്ങൾ എത്രയാണെന്ന് കണക്കാക്കാൻ ഒരു എക്സ്പെർട്ട് കമ്മീഷനെയും വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. ഏതായാലും പോലീസും പഞ്ചായത്തും ഒന്നും ഇതിൽ നിങ്ങളെ നിലവിൽ കേസ് ഉള്ള ഒരു ഭൂമി എന്ന് കണക്കാക്കി നിങ്ങളെ സഹായിച്ചില്ല എന്ന് പറയുന്നു. അത് ഒരു ശരിയായ സമീപനമല്ല. കാരണം കേസ് വസ്തുവിനെ സംബന്ധിച്ചുള്ള അതിർത്തിയെ സംബന്ധിച്ചുള്ള കേസാണ്, അല്ലാതെ അത് വീടിനെ പറ്റിയോ മരത്തെ പറ്റിയുള്ള കേസല്ല. അതൊരു സെപ്പറേറ്റ് കേസായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടിയിരുന്നു. ഏതായാലും ഇപ്പോഴും 3 വർഷം കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കേസ് കൊടുക്കാവുന്നതാണ്.
ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ട പരിഹാരമെന്നും അതിന് കൃത്യമായ ഏത് സ്ഥലത്തു നിന്നാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കിട്ടേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കൃത്യമായി പെർസ്യൂ ചെയ്യണം. അല്ലാതെ വിവരാവകാശം, സ്വാഭാവികമായിട്ടും നമുക്ക് വിവരാവകാശത്തിൽ അപേക്ഷകൾ വെക്കാം, എത്ര അപേക്ഷകളും വെക്കാം. പക്ഷെ അതെല്ലാം ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ ഒരു സമീപനം, എങ്ങനെയാണ് കേസ് പരിഹരിച്ചെടുക്കേണ്ടത് എന്നൊരു ഉൾക്കാഴ്ചയും അതിലൊരു വിദഗ്ധ നിയമോപദേശവും നിങ്ങൾക്ക് ആവശ്യമാണ്. പല ഡിപ്പാർട്ട്മെന്റുകളിലും പല പല പരാതികൾ കൊടുക്കുകയും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടും ശരിയായ ഒരു നീതി കിട്ടാത്തത്, അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനും നിങ്ങളെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി സഹായിക്കും. കേരള ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ സീനിയർ സിറ്റിസൺ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി നിയമ സഹായം ചെയ്തു തരുന്നതാണ്. അങ്ങനെ ഇത് പരിഹരിക്കാവുന്നതാണ്. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS. ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളതും ഓരോ പൗരൻ്റെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് വെറും പിടിച്ചുകൊണ്ടുപോകൽ മാത്രമല്ല, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന ശക്തമായ നിയമ നടപടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയിലെ 21-ാം വകുപ്പ് വ്യക്തമാക്കുന്നത് നിയമം നിർദ്ദേശിക്കുന്ന ശരിയായ നടപടിക്രമം പാലിക്കാതെ ഒരാളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം എടുത്തു കളയാൻ പാടില്ല എന്നതാണ്. ഈ ശരിയായ നടപടിക്രമം വെറും ഒരു നിയമം ഉണ്ടെന്നതല്ല, അത് ന്യായമായും നീതിയുള്ളതും മാനുഷികവുമായിരിക്കണം എന്നും മനേക ഗാന്ധി വെസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് പോലീസിന് അധികാരമുണ്ടെങ്കിൽ അത് നിയന്ത്രണാതീതമല്ല, നിയമപരിധിക്കുള്ളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ്. സാധാരണയായി ഗുരുതരമായ ഒരു കുറ്റം ചെയ്തതായി പോലീസിന് യുക്തിസഹമായ സംശയമുണ്ടായാൽ, അല്ലെങ്കിൽ ആ വ്യക്തി കുറ്റം ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതി തിരിയുന്ന ആളായാൽ, ഒളിച്ചോടാൻ സാധ്യതയുണ്ടെങ്കിൽ, തെളിവുകൾ നശിപ്പിക്കുവാനോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനോ സാധ്യതയുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കേന്ദ്രതത്വം ഉണ്ട്, അതായത് അറസ്റ്റ് അവസാന മാർഗമാണ്. ഇത് ശക്തമായി പറഞ്ഞത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിലാണ്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഓരോ കേസിലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല, ആദ്യം അറസ്റ്റ് ഇല്ലാതെ അന്വേഷണം നടത്താനാകുമോ, പ്രതി സഹകരിക്കുമോ, ഒളിച്ചോടാനുള്ള സാധ്യതയുണ്ടോ, തെളിവുകൾ നശിപ്പിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, ഈ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അറസ്റ്റ് എന്ന തീരുമാനം എടുക്കേണ്ടതുള്ളൂ, പ്രത്യേകിച്ച് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ. ഇനി നമുക്ക് അറസ്റ്റ് എങ്ങനെ നടത്തുന്നു എന്ന് നോക്കാം. നിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് അവനെ ശാരീരികമായി സ്പർശിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ എടുക്കുകയോ ചെയ്യുന്നതിലൂടെയാണ്. ചിലപ്പോൾ ആ വ്യക്തി സ്വമേധയാ കീഴടങ്ങിയാലും അത് അറസ്റ്റായി കണക്കാക്കാം. എന്നാൽ ഇവിടെ ഒരു നിർണായക നിയന്ത്രണം, അനാവശ്യമായ ബലം ഉപയോഗിക്കരുത്, ആവശ്യത്തിന് മാത്രം ബലം ഉപയോഗിക്കാം. അതിലധികം ബലം ഉപയോഗിച്ചാൽ അത് അധികാര ദുരുപയോഗമായി കണക്കാക്കും. അറസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തിയെ അപമാനിക്കരുത്, പൊതുജനങ്ങൾക്ക് മുന്നിൽ അവനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറരുത്. കാരണം അറസ്റ്റ് ശിക്ഷയല്ല, അത് അന്വേഷണം സുഗമമാക്കാൻ ഉള്ള ഒരു നടപടിക്രമമാണ്. അറസ്റ്റ് ചെയ്ത ശേഷം പോലീസിന് ആ വ്യക്തിയുടെ ശാരീരിക പരിശോധന നടത്താം. അപകടകാരിയായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം. പക്ഷേ ഇത് മാന്യതയും സ്വകാര്യതയും പാലിച്ചുകൊണ്ടായിരിക്കണം. ഇനി സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമം നൽകുന്ന പ്രത്യേക സംരക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീകളെ സാധാരണയായി രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രമേ അത് ചെയ്യാവൂ. അതിന് വ്യക്തമായ കാരണം രേഖപ്പെടുത്തണം. വനിതാ പോലീസുകാർ തന്നെ സ്ത്രീയെ സ്പർശിച്ച് അറസ്റ്റ് ചെയ്യണം. സ്ത്രീയുടെ ശാരീരിക പരിശോധന മറ്റൊരു സ്ത്രീയാൽ മാത്രമേ നടത്താവൂ. ഇത് വളരെ മാന്യതയോടെയും സ്വകാര്യത കാത്തു സൂക്ഷിച്ചും വേണം ചെയ്യുന്നത്. ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധിക ശ്രദ്ധ വേണമെന്ന് സീല ബർസെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആരാണ് അറസ്റ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. സാധാരണയായി പോലീസിനാണ് ഈ അധികാരം ഉള്ളത്. മജിസ്ട്രേറ്റ് തൻ്റെ മുന്നിൽ കുറ്റം നടന്നാൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും കഴിയും. കൂടാതെ ഒരു സാധാരണ പൗരനും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാം, അതായത് നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഗുരുതര കുറ്റം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തടഞ്ഞു പിടിക്കാം. പക്ഷേ ഇവിടെ ഒരു കർശന നിയമമുണ്ട്, അതായത് ആ വ്യക്തിയെ ഉടൻ തന്നെ അല്ലെങ്കിൽ പരമാവധി 6 മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ
കൈമാറണം, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധ തടങ്കലായി മാറും. അതായത് നിയമം പൗരന്മാർക്ക് സഹായിക്കാൻ അധികാരം നൽകുന്നു, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നുമില്ല. ഇനി അറസ്റ്റിലായ വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളും വളരെ വിശദമായിട്ട് നോക്കാം. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമായി അറിയിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ജാമ്യം ലഭിക്കുമോ എന്നും അറിയണം. എന്തു തരത്തിലുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് പറയണം. കുടുംബാംഗങ്ങളെയോ അടുത്തുള്ള ബന്ധുക്കളെയോ വിവരം അറിയിക്കണം. ഒരു അഭിഭാഷകൻ്റെ സഹായം തേടാനും ചോദ്യം ചെയ്യുന്നതിനിടയിൽ അഭിഭാഷകനെ കാണാനും അവകാശമുണ്ട്. ഇത് ഒരു അടിസ്ഥാന അവകാശമാണ്. ഇതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു സംരക്ഷണം ആണ് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ ഒരു പ്രധാന വിശദീകരണമുണ്ട്. അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് കോടതിയിലേക്ക് എത്താൻ വേണ്ട യാത്രാ സമയമായ 24 മണിക്കൂറിനുള്ളിൽ ഉൾപ്പെടുന്നില്ല. അതായത് അനാവശ്യമായി പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചു വെക്കാൻ പാടില്ല. ഇത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു അവകാശമാണ്. അറസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് മെഡിക്കൽ പരിശോധന ലഭിക്കാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ആരോഗ്യ പരിശോധന നടത്തണം. ശരീരത്തിൽ പരിക്കുണ്ടോ, കസ്റ്റഡിയിൽ പീഡനം നടന്നിട്ടുണ്ടോ എന്നിവ പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ വ്യക്തി ആവശ്യപ്പെട്ട ഡോക്ടറെ പരിശോധന അനുവദിക്കണം. ഈ പരിശോധനയുടെ രേഖകൾ സൂക്ഷിക്കണം, കാരണം പിന്നീട് അത് തെളിവായി ഉപയോഗപ്പെടും. ഇനി ഈ മുഴുവൻ അവകാശങ്ങളും കൂടുതലും ശക്തമായി ഉറപ്പാക്കുന്നതാണ് DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസ്. ഈ കേസിൽ സുപ്രീം കോടതി അറസ്റ്റിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. അതിലെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇതിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരുടെ പേര്, പദവി എന്നിവ വ്യക്തമാക്കണം. അറസ്റ്റിൻ്റെ സമയം, സ്ഥലം രേഖപ്പെടുത്തണം. അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. ഇതിൽ സാക്ഷികളുടെ ഒപ്പ് വേണം. ബന്ധുക്കളെ ഉടൻ അറിയിക്കണം. കസ്റ്റഡിയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം. അഭിഭാഷകനെ കാണാനുള്ള അവസരം നൽകണം. മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കണം. ഇതെല്ലാം രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും വേണം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പോലീസിൻ്റെ അധികാര ദുരുപയോഗം തടയുക എന്നതാണ്. കൂടാതെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം അറസ്റ്റ് നിർബന്ധമല്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഈ മുഴുവൻ നിയമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു വലിയ സത്യമാണ്. അതായത് അറസ്റ്റ് ഒരു ശക്തമായ അധികാരമാണ്, പക്ഷേ അത് നിയന്ത്രണാതീതമല്ല. നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാനും പാടില്ല. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത്. അത് നിയമപരമായ പരിധികളും മാനുഷികമായ സമീപനവും ആവശ്യമാണ്. കുറ്റം കണ്ടാൽ തടയാം, പക്ഷെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ അറസ്റ്റ് ഒരു അധികാരം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് നിയമത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും പരിധിക്കുള്ളിൽ മാത്രം ഉപയോഗപ്പെടണം. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.